വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യപരിപാടികൾ ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെയാണ്. തെറ്റിദ്ധരിക്കരുത്, പ്രാർത്ഥിക്കുന്നത് പൊളിമിക്സ് അല്ല, അതിനൊരാളെ വേറെ വിളിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA PC ജോർജ് ഇവിടെ ഈ സ്ഥലത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കാരണമുണ്ട്. ഞാൻ നന്ദിയുടെ ഹൃദയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ എല്ലാവരും കൂടി പാവം PC ജോർജിനെ അങ്ങോട്ട് ശരിപ്പെടുത്തി കളയാമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന SDP-യുടെ നേതാക്കന്മാരാണ് എളിയവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലുണ്ടായ ഒരു മഹാസഖ്യത്തിന്റെ രഹസ്യങ്ങളാണ് അത് PC തന്നെ വെളിപ്പെടുത്തും. SDP-യുടെ നേതാവ് തന്നെ എന്നോട് ഇരാറ്റുപേട്ട വന്ന് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ പിന്തുണ തരുന്നത് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? ഞങ്ങൾ വോട്ട് ചെയ്യാൻ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ 18% വരുന്ന മുസ്ലിം സമൂഹം ഒഴിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ SDP-യുടെ പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വാപ്പ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചനാണ്. എന്നെ സഹായിക്കുന്നവരെ പറ്റി പരസ്യമായി, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ 3 മുന്നണികളും ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ആദ്യം വന്ന നിങ്ങളോട് നന്ദിയില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ തോക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ, നിങ്ങളാണ് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് പരസ്യമായി പറയും. അതിന് പേരിൽ കിട്ടുന്ന വോട്ട് എനിക്ക് മതി എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും. അതൊക്കെ ശരി തന്നെ, ധീരവും മാന്യവുമായ നിലപാടാണത്. പക്ഷേ അതിൻ്റെ പേരിൽ കിട്ടിയ വോട്ടിന് PC നൽകുന്ന വ്യാഖ്യാനം പൊളിമിക്സിന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. SDP-I എന്ന് പറയുമ്പോൾ ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാൻ രാജ്യത്തെമ്പാടും നടക്കുന്ന, സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ SDP-യുടെ പിന്തുണകൾ മത്സരിച്ച എന്നെ 3 മുന്നണിയെ പരിശാക്കിയത് മാത്രമല്ല, മത്സരിച്ച ബാക്കി 16 സ്ഥാനാർത്ഥികളിൽ 15 സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ചത് കളഞ്ഞുകൊണ്ട് 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു. അത് SDP-യുടെ വിജയമായി ഔദ്യോഗികമായി വലിയ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്ന് വെച്ചാൽ ഒരളവ് വരെ PC ജോർജ് SDP-യുടെ MLA ആണ്. പക്ഷേ സ്വതന്ത്രനായി മത്സരിച്ചതിനാൽ ആ പാർട്ടിയുടെ പേരിൽ നിയമസഭയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഇങ്ങനെയൊക്കെയാണെങ്കിലും PC ജോർജ് ഇപ്പറയുന്നത് ശരിയോ തെറ്റോ എന്ന് പൊളിമിക്സിന് തിരിയുന്നില്ല. SDP-I എന്ന് പറയുമ്പോൾ ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാൻ രാജ്യത്തെമ്പാടും നടക്കുന്ന, സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ്. SDP-യെ തീവ്രവാദി സംഘടനയാക്കാൻ നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവായി PC എടുത്തുകാട്ടുന്നത് എന്താണ് എന്ന് നോക്കൂ. ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാൻ രാജ്യത്തെമ്പാടും നടക്കുന്ന, സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ SDP-യുടെ പിന്തുണകൾ മത്സരിച്ച എന്നെ 3 മുന്നണിയെ പരിശാക്കിയത് മാത്രമല്ല, മത്സരിച്ച ബാക്കി 16 സ്ഥാനാർത്ഥികളിൽ 15 സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ചത് കളഞ്ഞുകൊണ്ട് 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു. ഒരു സംഘടനയെ തീവ്രവാദി സംഘടനയാക്കാനുള്ള പ്രക്രിയയ്ക്ക് പൂഞ്ഞാറിൽ ഇത്രത്തോളം പിന്തുണ കിട്ടുമോ എന്തോ? അതോ ഇനി PC ജോർജിന് തെറ്റിയോ? അതിനേതായാലും വഴിയില്ല. PC-ക്ക് തെറ്റില്ല. PC-ക്ക് ഇന്നോളം തെറ്റിയിട്ടില്ലല്ലോ.
തെറ്റുപറ്റില്ല എന്ന് പറയാനുള്ള കാരണം PC ജോർജ് അവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല എന്നത് തന്നെ. നമുക്ക് സാംസ്കാരികമായി ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഭവ്യമായി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ സാംസ്കാരിക നായകന്മാർ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാംസ്കാരിക പുരോഗതിയിലും ഇസ്ലാം മതവിശ്വാസികൾ വളരെയേറെ മുമ്പോട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി, ഒരു 20 വർഷത്തിന് മുമ്പ് സാമ്പത്തികമായി പാവം നിലയിൽ നിന്നിരുന്ന ഈ സമൂഹം സ്വപ്രയത്നത്തിലൂടെ, കച്ചവടത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, വ്യാപാര രംഗത്തിലൂടെ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി തേടി വേർപ്പൊഴുക്കിക്കൊണ്ട് സാമ്പത്തിക പുരോഗതിയിലും വളരെ നല്ല നിലയിൽ ഉയർന്നു വന്നിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. ഇനിയുമുണ്ട്, അഭിമാനിക്കാനുള്ള കാരണങ്ങൾ ഇനിയുമുണ്ട്. സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാനമായി ശാസ്ത്രലോകം കണ്ടിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ പുരോഗതിയാണ്. ആ വിദ്യാഭ്യാസ പുരോഗതിയിൽ നമ്മുടെ സമൂഹം, ഇസ്ലാം മതവിശ്വാസികൾ ഒരു പരിധിവരെ കേരളത്തിൽ നല്ലവണ്ണം മുൻപോട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുന്നത് ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ 2000 ഏക്കർ സ്ഥലമാണ്. 100 കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ എഞ്ചിനീയർമാരാണ്. ഡോക്ടർമാർ വേറെ, അധ്യാപകർ വേറെ, വിദ്യാഭ്യാസത്തിൽ മുൻപോട്ട് വന്നിട്ടുണ്ട്. ഈ പുരോഗതിയിലൊക്കെ അഭിമാനിക്കുന്ന ഒരു പാർട്ടിയുമുണ്ട് മുസ്ലിങ്ങൾക്ക്. CH മുഹമ്മദ് കോയ സാഹിബിനും അദ്ദേഹം ജീവിച്ച് ഇരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ സതീർത്ഥ്യർക്കും ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും ഒക്കെ അവിടെ ഉപതങ്ങൾക്ക്, ബാബുയി തങ്ങൾക്ക്, അതുപോലെ തന്നെ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും ഒക്കെ CHന്റെ അന്നത്തെ നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ വളരെ സന്തോഷിക്കാം. എന്തിന് മുസ്ലിം ലീഗ് സ്ഥാപിച്ചോ, എന്തിന് മുസ്ലിം ലീഗ് വേണ്ടിയുടെ ഉണ്ടാക്കിയോ, അത് മുഴുവൻ ഒരളവോളം യാഥാർത്ഥ്യമായി എന്ന് പ്രൂവ് ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ കാര്യം PC ജോർജും PK കുഞ്ഞാലിക്കുട്ടിയും കൂടി ഒരരിക്കാക്കിക്കൊള്ളും എന്ന ഉറപ്പിന്മേൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു തിരിച്ചു വന്നാൽ ആവേശത്തിന്റെ കയറ്റവും ഇറക്കവും കാണാം. ഏതൊരു സമരത്തിനും ആവേശം വർദ്ധിക്കുന്നത് സ്വന്തം പക്ഷത്ത് നിന്ന് പിന്തുണ കിട്ടുമ്പോഴല്ല, എതിർപക്ഷത്ത് നിന്ന് പിന്തുണ വരുമ്പോഴാണ്. ഉദാഹരണത്തിന് UDF MLA-മാരുടെ നിരാഹാര സമരം ആവേശത്തിൻ്റെ ഉത്തുംഗതയിലെത്തിയത് VS എത്തി അഭിവാദ്യം അർപ്പിച്ചപ്പോഴാണ്. MLA-മാർക്ക് മാത്രമല്ല, UDF-ന് ആകെ മൊത്തം ആവേശം വർദ്ധിപ്പിച്ചുകൊണ്ട് VS രാവിലെ ചില വാക്കുകൾ ഉച്ചരിച്ചു. സർക്കാരിന്റെ നയം ശരിയാണോ? ഇത് ശരിയല്ല, വളരെ തെറ്റാ. സമരം ഒത്തുതീർപ്പാക്കണമെന്നാണോ? തന്നെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാരിൻ്റെ നയം ശരിയാണോ, സമരം ഒത്തുതീർപ്പാക്കണമെന്നാണോ അങ്ങയുടെ അഭിപ്രായം തുടങ്ങിയ ചോദ്യങ്ങളോടാണ് VS ഇങ്ങനെ പ്രതികരിച്ചത്. സർക്കാരിന്റെ നയം ശരിയാണോ? ഇത് ശരിയല്ല, വളരെ തെറ്റാ. സമരം ഒത്തുതീർപ്പാക്കണമെന്നാണോ? തന്നെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. VS അപ്പോൾ തന്നെ വണ്ടി വിട്ടെങ്കിലും UDF നേതാക്കൾ ആവേശത്തിൻ്റെ ഉച്ചിയിലെത്തി. സമരങ്ങളോടുള്ള ഗവൺമെൻറ് സമീപനം തികച്ചും നിഷേധാത്മകമാണ്, ശരിയല്ല. ഈ സമരം ചെയ്യുന്നവരോട് എന്തോ ഒരു ശത്രുതാ മനോഭാവം ഗവൺമെൻറ് കാണിക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്താൻ കഴിയുന്നത്. ശ്രീ അച്യുതാനന്ദനെ പോലെ വളരെ സീനിയറായ മുൻ മുഖ്യമന്ത്രി, സീനിയറായൊരു നേതാവിൻ്റെ ഉപദേശമെങ്കിലും സർക്കാർ കണക്കിലെടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരവുമായി തന്നെ മുന്നോട്ട് പോകാമല്ലോ. ഇനി എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാമല്ലോ. ഈ സർക്കാരിൻ്റെ ധാർമ്മികതയെയാണ് മുതിർന്ന CPM നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ഇന്ന് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ സമരത്തിന് ആധാരമായിട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ന്യായങ്ങളെ അദ്ദേഹം അംഗീകരിക്കുന്നതിൻ്റെ കൂടി തെളിവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. VS അംഗീകാരമുള്ളവനും
സർക്കാർ അംഗീകരിക്കാൻ പറ്റാത്തവരുമായി മാറി എന്ന് ചുരുക്കം. സർക്കാർ ജനാധിപത്യപരമായ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഉടനെ പരിഹരിക്കുകയാണ് വേണ്ടത്. ഗവൺമെൻറ് ഈ വിഷയത്തിൽ അനാവശ്യമായ പിടിവാശി ഒഴിവാക്കി ചർച്ച ചെയ്യണം. VSന്റെ പിന്തുണ ന്യായമായും കിട്ടേണ്ട പിന്തുണയായി തോന്നി ചില UDF നേതാക്കൾക്ക്. VS ഈ സമരം ന്യായമായി തീർക്കണം എന്ന് ആവശ്യപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു. ന്യായമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ മാത്രമേ പറയാനാകൂ. അതിൽ പൊളിമിക്സിന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ന്യായമായി ചിന്തിക്കുന്നവർക്ക് ഇതാ ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. എല്ലാ വശങ്ങളും പരിശോധിച്ചാൽ ഒരാളും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വിദ്യാഭ്യാസ രംഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഈ ഗവൺമെൻറ് നിലപാട് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. VSന്റെ ഈ അഭിപ്രായത്തോടുള്ള ഏറ്റവും ന്യായമായ പ്രതികരണം ഇതാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വ്യക്തമായില്ലേ? വ്യക്തമാവാത്തവരുണ്ടെങ്കിൽ ഇത് കാണുക. ഇതിനേക്കാൾ വ്യക്തമായി ഈ വിഷയത്തിൽ ആർക്കും പ്രതികരിക്കാനാവില്ല. എന്നാൽ VSന്റെ അഭിപ്രായം കേട്ട് അമ്പരന്നവരുമുണ്ട്. അല്പം മുമ്പ് ഞങ്ങളും ആ വിഷ്വൽ TV-യിൽ കാണുകയുണ്ടായി. സത്യത്തിൽ ഞാൻ അമ്പരന്ന് പോയി. എന്തുദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള സമരമാണ്. സമരത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വിശദീകരിച്ചതാണ്. ആ വിശദീകരണം പ്രതിപക്ഷത്തിന് സ്വീകാര്യമാവാതിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. ഈ സർക്കാരിനെതിരായി മറ്റൊന്നും പറയാനില്ലാതെ വന്ന പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാരിനെ ആക്രമിക്കാൻ നടത്തുന്ന ഒരു സമരം മാത്രമാണ്. അങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് VSന്റെ പ്രതികരണം കണ്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി. ഈ അമ്പരപ്പും അത്ഭുതവും ആവേശവുമെല്ലാം 8 മണിക്കൂർ തികയുന്നതിന് മുൻപ് തിരിച്ചടിച്ചു. വൈകുന്നേരമായപ്പോൾ ഇതേ VS അച്യുതാനന്ദൻ ഒരു പത്രക്കുറിപ്പിറക്കി. അതിൽ പറയുന്നത് താൻ രാവിലെ പറഞ്ഞത് UDF സമരത്തെക്കുറിച്ചല്ല, SBT SBI ലയനത്തിനെതിരെ ബാങ്ക് ജീവനക്കാർ നടത്തുന്ന സമരത്തെക്കുറിച്ചായിരുന്നു എന്നാണ്. വ്യക്തമായില്ലേ? എല്ലാം വ്യക്തമായില്ലേ? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഴിമതികൾ ഒന്നൊന്നായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇതെല്ലാം കണ്ട് വിരളി പിടിച്ച പ്രതിപക്ഷം അർത്ഥമില്ലാത്ത സമരങ്ങൾ നടത്തി സ്വയം പരിഹാസ്യരാകുകയാണ്. ഇനി ഏതായാലും UDFകാരോടും മാധ്യമങ്ങളോടും പൊളിമിക്സിനൊരു കാര്യം പറയാനുണ്ട്. VS അച്യുതാനന്ദൻ വാ തുറക്കുന്നതിന് മുമ്പ് നിഗമനത്തിലെത്തരുത്. VSന്റെ പിന്തുണക്കുമിള പൊട്ടിപ്പോയി എന്നത് മാത്രമല്ല സങ്കടം. DYFI പുലികൾ സമരത്തെ മുട്ടുസൂചി കൊണ്ട് കുത്താനും തുടങ്ങി. ഞങ്ങളെല്ലാം എത്രയോ ദിവസം നിരാഹാരം കിടന്നിട്ടുള്ളവരാണ്. ഇവർ ഇത്ര വേഗം മുട്ടിടിച്ചു പോയാൽ എങ്ങനെയാ? 4 ദിവസം കിടന്നപ്പോഴേക്കും. അത് ശരി തന്നെ. 7-8 ദിവസത്തെ നിരാഹാര സമരം കൊണ്ട് ആരും മെലിയാനൊന്നും പോകുന്നില്ല. 2 ദിവസം കൂടി കിടക്കട്ടെ എന്ന് വെക്കാം. എന്നാൽ ഒരു കരിങ്കൊടി സമരത്തെ മുഖ്യമന്ത്രി അങ്ങനെ പരിഹസിച്ചത് ശരിയാണോ? DYFIക്കും പരിചയമുള്ള സമരമാർഗമാണല്ലോ അത്. ഞങ്ങൾ ഇതിനു മുൻപ് കരിങ്കൊടി സമരം നടത്തിയിട്ടുണ്ട്. മന്ത്രിമാരെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ആ ബഹിഷ്കരണ സമരം ചില ഘട്ടത്തിൽ തടയലായിട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഏറ്റവും മൗലികമായ വ്യത്യാസം, ഇന്നോളം ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ ഒരു സമരം ആരംഭിച്ച് ഒരു ഘട്ടം പിന്നിട്ട് വലിയ ലാത്തിചാർജൊക്കെ ആയി അതിൻ്റെ ഒരു കൂടിയ ഘട്ടം എന്ന നിലയിലാണ് ഈ കരിങ്കൊടി പ്രക്ഷോഭത്തിലേക്കും മന്ത്രിമാരെ ബഹിഷ്കരിക്കുന്നതിലേക്കും പോവുക. ഞങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ സമരം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ജനങ്ങളോടും മാധ്യമങ്ങളോടും
ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ പോകുന്നു, ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്ന് പറയാതെ കേരളത്തിൽ ഇന്ന് വരെ ഒരു കരിങ്കൊടി സമരം നടത്തിയിട്ടില്ല. ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ആ പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്നാൽ KSU യൂത്ത് കോൺഗ്രസോ കരിങ്കൊടി കാണിക്കാൻ പോകുന്നു, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ആരോടും പ്രഖ്യാപിച്ചിട്ടില്ല. ആരോടും പ്രഖ്യാപിച്ചു ഏത് കരിങ്കൊടി കാണിക്കുന്ന? ഞാൻ ഡീലും കാണിച്ചിട്ടില്ല. വഴിയിൽ നടത്തിയിട്ടില്ലല്ലോ. എവിടെ എന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ആരെ എന്ന് ചോദിച്ചാൽ മൃഗസംരക്ഷണ മന്ത്രി രാജുവിനെ. നിങ്ങൾക്ക് വഴി തടയലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കരുതി ഇതാണ് വഴി തടയലെന്ന്. അത് ന്യായം, തികച്ചും ന്യായം. മന്ത്രിയെ വഴിയിൽ തടയുക എന്നാൽ ഇതാ ഇങ്ങനെയെങ്കിലും ഉണ്ടാവണം. മന്ത്രിമാരെ എന്നല്ല, മുഖ്യമന്ത്രിയെ തന്നെയാണെങ്കിലും വഴിയിൽ തടയുകയാണെങ്കിൽ ഇങ്ങനെ തടയണം എന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു തിരിച്ചു വന്നിട്ട് സമരം തീർക്കാൻ നോക്കാം. ഇനി നിയമസഭാവലോകനമാണ്, അഥവാ സ്വാശ്രയ സമര അവലോകനമാണ്. രാവിലെ സഭ തുടങ്ങിയതും പതിവ് പോലെ സമരവും തുടങ്ങി. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ ചോദ്യം നമ്പർ 151 ശ്രീ റോജി എം ജോൺ, ബഹുമാനപ്പെട്ട വ്യവസായവും സ്പോർട്സ് വകുപ്പ് മന്ത്രി. ദയവായി ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനുമായി റോജി എം ജോണിന്റെ പേര് വിളിച്ചു. പേര് വിളിച്ചല്ലോ. ഫ്ലോറിൽ എത്തിയതുകൊണ്ടാണ് മന്ത്രി മറുപടി പറയുന്നത്. ശ്രീ റോജി എം ജോൺ,
അങ്ങ് സീറ്റിൽ എഴുന്നേറ്റ് നിൽക്കണം, അങ്ങ് ചോദിക്കുന്നുണ്ടോ? ശ്രീ റോജി എം ജോൺ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. ശ്രീ റോജി എം ജോൺ, ചോദ്യത്തിന്റെ ഉത്തരസഭയിൽ വരണ്ടേ? മൈക്ക് കൊടുക്കും അദ്ദേഹം. മൈക്ക് കൊടുക്കും. സാർ, നിരാഹാര സമരം നടത്തുന്ന MLA-മാരെ അങ്ങ് സന്ദർശിക്കുന്നുണ്ട്, അങ്ങയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങയോട് പരാതിയില്ല. പക്ഷേ ഗവൺമെന്റിന്റെ നടപടികളിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ഞങ്ങൾക്ക് അങ്ങയോടല്ല പറയാൻ പറ്റുമോ? സഭാ സാമാജികരുടെ സമരവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു സമവായ ചർച്ചയ്ക്ക് ചെയർ ശ്രമിക്കുന്നതാണ്. ദയവായി സീറ്റ്. സാർ, അതല്ല ഞങ്ങളുടെ ക്വസ്റ്റ്യൻ അവർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദയവായി സീറ്റ് ദയവായി സഹകരിക്കണം. അംഗങ്ങൾ സീറ്റിലേക്ക് മടങ്ങി പോകണം. പ്ലീസ്. ചോദ്യോത്തരവേള നിർത്തിവച്ചിരിക്കുന്നു. അങ്ങനെ ചോദ്യോത്തരവേള നിർത്തിവെച്ചു. സ്പീക്കർ എഴുന്നേറ്റ് ചേംബറിലേക്ക് പോയി. പിന്നെ നടന്നത് പല വിധത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളായിരുന്നു. മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിനിപ്പം സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കുന്നതിനെ മുഖ്യമന്ത്രി എന്തിനാണ് എതിർക്കുന്നത്? അദ്ദേഹത്തിന് എതിർപ്പില്ല എന്ന് പറഞ്ഞു. അവർ കുറയ്ക്കുമ്പം സ്വാഭാവികമായിട്ടും പരിഹാരത്തിൻ്റെ കാര്യം അതിൽ വരുമല്ലോ. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം നാളെ ചർച്ച ചെയ്യാമെന്നാണ് സൂചിപ്പിച്ചത്. ചർച്ച ചെയ്തൊരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് മറ്റ് UDF കൂടിക്കൊണ്ട് ഞങ്ങൾ മറ്റ് നടപടികൾ സ്വീകരിക്കും. സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാമെന്ന് സമ്മതിച്ച കാര്യം മാനേജ്മെൻറ്റുകളും സർക്കാരും തമ്മിൽ ചർച്ച നടത്തുന്നതിന് മുൻപേ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ പിടികിട്ടി എന്നൊന്നും ആലോചിച്ച് തല പൊണ്ണാക്കേണ്ടതില്ല. ഇത് സ്വാശ്രയ സമരമാണ്. സ്വാശ്രയ സമരം എന്നാൽ സമരം തുടങ്ങാനുള്ള കാരണവും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗവും മാത്രമല്ല, സമരം തീർക്കുന്നതിനുള്ള വഴികളും സമരം നടത്തുന്നവർ തന്നെ കണ്ടെത്തുമെന്നതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത. ഒന്നിനും സർക്കാരിനെ ആശ്രയിക്കേണ്ടതില്ല. സ്വാശ്രയ സമര രഹസ്യങ്ങൾ വെളിപ്പെട്ട സ്ഥിതിക്ക് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ പൊളിമിക്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സഭയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.